ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവാം. മിക്കവാറും നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് എന്നൊക്കെ ഒന്ന് കാണാനായിരിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ റീച്ചസ് ടു ദോസ് പീപ്പിൾ ഹു റിയലി നീഡ്സ് ടു ഹിയർ ദിസ്. ഞാൻ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്സ് ഒക്കെ ഞാൻ ഇതിനകത്ത് നിങ്ങളോട് പറയാം, സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു റിപ്പീറ്റ് ദം. അപ്പോൾ എന്തെങ്കിലും കോണ്ടൻറ് ക്രിയേഷനെ പറ്റി ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ യൂട്യൂബിൽ കൂടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടാവും ബിഗിനേഴ്സിന് എന്തൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ് നീഷ്, കൺസിസ്റ്റൻസി, ഹുക്സ്, തംബ്നെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു 3-4 വേർഡ്സ്. അപ്പോൾ അതിൽ തന്നെ നിഷാണ് എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഒരുപാട് പേര് ഈ നിഷിനെ പറ്റി ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. നിഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് ചാനലാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി പോസ്റ്റിംഗ് കുക്കിംഗ് കണ്ടൻ്റ് ആയിരിക്കും ഫുള്ള് അതിനകത്ത് വരിക, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി വ്ളോഗറിൻ്റെ ചാനലാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ഐറ്റംസ് ആയിരിക്കും. സോ ഇങ്ങനെ നിഷ് വേണമെന്ന് പറയാനുള്ള റീസൺ, നമ്മുടെ യൂട്യൂബ് ആൽഗോറിതം എന്ന് പറയുന്ന എന്തൊരു സാധനമുണ്ട്, അത് ഈ ബ്യൂട്ടി റിലേറ്റഡ് കണ്ടൻറ്റ് അത് വാച്ച് ചെയ്യുന്ന ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് പുഷ് ചെയ്ത് വിടും. സോ അങ്ങനെ ഒരു ആൽഗോറിതം സെറ്റ് ചെയ്യാനാണ് ഈ നിഷിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ നിഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ബാക്ക് ഔട്ട് ആവും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലവർക്കറിയില്ല നമ്മൾ എന്തിലാണ് നമുക്ക് ടാലൻ്റ് ഉള്ളത്, അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നിഷ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ലൈക്ക് മീ എന്നൊക്കെ പറയുമ്പോൾ വി ആർ ജാക്ക് ഓഫ് ഓൾ ട്രേഡ് ബട്ട് മാസ്റ്റർ ഓഫ് നൺ, അങ്ങനെയാണ്. അതായത് എല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര സംഭവമായിട്ട് നമുക്ക് ഇല്ലതാനും കാണിക്കാനായിട്ട്, അത് തന്നെ കീപ്പപ്പ് ചെയ്ത് പോകാനായിട്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ നിഷ് എങ്ങനെയാണെന്ന് എന്താണെന്നുള്ളത് കുറച്ച് കാലം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റിപ്പീറ്റഡ് ആയിട്ട് ചില ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓഡിയൻസ് ഇതാണ്, അതിൻ്റെ വ്യൂസൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ റീസെൻറ്റ് ഒരു ആൽഗോറിതം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു ഡെലിവറി, പോസ്റ്റ്മോർട്ടം, മദർഹുഡ് അങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പ് സാധനത്തിനാണ്. നിഷിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് നിഷെന്ന് നമ്മൾ വീഡിയോ ഇട്ട് മനസ്സിലാക്കിയാൽ കൂടി ആസ് എ ക്രിയേറ്റർ നമുക്ക് അതിൽ തന്നെ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പാഷനേറ്റ് ആയിരിക്കണം. ഓക്കെ, അതല്ല വി വുഡ് ലൈക്ക് ടു ഷോ അവർ ഡെയിലി വ്ളോഗ്സ്, അല്ലെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഡു ഫോളോ ദാറ്റ്. ഇതിപ്പോൾ പണ്ടൊക്കെ ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഫണ്ണായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് സമയം കിട്ടുമ്പോഴൊക്കെ, അല്ലേ? ഇത് എന്ന് മോണറ്റൈസ്ഡ് ആക്കി തുടങ്ങിയോ പിന്നീട് സ്ട്രെസ്സായി. കോണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഭവമായി. എസ്പെഷ്യലി ഇഫ് യു ആർ എ ബിഗിനർ, അത്ര സ്ട്രെസ്ഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു സംഭവം ആയിരിക്കരുത് കോണ്ടൻറ് ക്രിയേഷൻ. ആൻഡ് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് യുവർ നിഷ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരാം. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലാണ് യൂട്യൂബ് ഷോർട്സിനെ കാട്ടി ഒക്കെ നമുക്ക് റീച്ച് ആവാൻ ഒരു ചാൻസ്, ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ ഞാനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, കാരണം ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ട്. എനിക്കെന്തോ ക്രിഞ്ചടിച്ച് ഞാൻ ചെയ്യാറില്ല. ഇപ്പോഴും ഹെസിറ്റേറ്റ് ചെയ്ത് പയ്യെയൊക്കെ ഇടാറുള്ളൂ, അല്ലാതെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും റാൻഡം ഇട്ടിട്ട് ഞാൻ പോവാറില്ല. ബട്ട് ഇവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ നോക്കേണ്ടത്. യു ഷുഡ് കീപ്പ് ഓൺ പോസ്റ്റിംഗ്. ഒരു വീഡിയോ യൂട്യൂബിലിട്ട് അതിന് 1K വ്യൂസ് ആയി ഷോർട്സ്, അതേസമയം റീൽസിലിടുമ്പോൾ നമുക്കത് മില്യൺസ് വരെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അനദർ തിങ് ഇസ് ദാറ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കോണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതും കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് വേഗം വ്യൂവേഴ്സ് കൂടുമ്പോൾ ഫോളോവേഴ്സ് അതിനനുസരിച്ച് ഇല്ലെങ്കിൽ കൂടി നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് ഹൈ ആണല്ലോ, അപ്പോൾ ബ്രാൻഡ്സ് വിൽ സ്റ്റാർട്ട് അപ്രോച്ചിങ് അസ്. അപ്പോൾ ബ്രാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത് വഴി യൂട്യൂബ് മോണറ്റൈസേഷൻ ആവണതിനെക്കാട്ടി മുന്നേ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മോണറ്റൈസേഷൻ കിട്ടും. വീഡിയോസ് ഇടുന്നത് കൊണ്ടല്ല, ഇതുപോലെ ബ്രാൻഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോഴാണ്. നമ്മുടെ വീഡിയോസിന് ഇത്ര പേരിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെന്ന് കാണുമ്പോൾ അവർ വന്ന് നമുക്ക് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കൊളാബ്സ് ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോണറ്റൈസേഷൻ കിട്ടുന്നത്.
അപ്പോൾ കോണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവർ ബെറ്റർ യു സ്റ്റാർട്ട് ഇൻ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് കൊണ്ടുപോവുക. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ വേഗം കിട്ടും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഇൻ യൂട്യൂബ്. അപ്പോൾ ഭയങ്കര നാണമൊന്നും വിചാരിക്കാതെ, അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കാതെ സ്റ്റാർട്ട് ഇൻ ഇൻസ്റ്റഗ്രാം. ആൻഡ് ഓൾറെഡി നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കൂ. എല്ലാവരും പറയും നിങ്ങൾ ആ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്താൽ മതി എന്ന്. പക്ഷേ ഇങ്ങനെ ഒരു കോണ്ടൻറ് ക്രിയേഷൻ പോലത്തെ സെറ്റപ്പ് ആയിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതിൽ നിന്ന് ഇതേ സെയിം ആൾക്കാരെ ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം മിക്ക ആൾക്കാരും ഇവിടെ വലിയ ഇൻഫ്ലുവൻസർ ആയല്ലോ എന്ന് കരുതി നിങ്ങളെ തിരിച്ച് ഫോളോ ചെയ്യില്ല, നിങ്ങളെ സ്കിപ്പ് അടിച്ച് വിടും. നെഗറ്റീവ്ലി നമ്മുടെ ആൽഗോറിതം എഫക്റ്റ് ആവും. സോ പുതിയതായിട്ടൊരു ചാനൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വേറെ ആൾക്കാരിലേക്ക് റീച്ച് ആവും. ഇപ്പോൾ പുതിയൊരു സെറ്റപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ട്രയൽ റീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കോണ്ടൻറ്റ് നമ്മുടെ ഫോളോവേഴ്സ് അല്ലാത്ത ആൾക്കാരിലേക്ക് ആദ്യം റീച്ച് ആവും. അതിൽ നിന്ന് ആൾക്കാർ, നമ്മളെ അറിയാത്ത ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഓർഗാനിക് ഫോളോവേഴ്സിനെ കിട്ടുന്നത്. അല്ലാതെ നമ്മുടെ ഉള്ള ആൾക്കാർ തന്നെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് സെയിം അക്കൗണ്ടിൽ കോണ്ടൻറ് ക്രിയേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം അനദർ അക്കൗണ്ട്, എന്നിട്ട് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെങ്കിലും ആദ്യം അവർ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ഇടുമ്പോൾ ഇത് കാണാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അവരുടെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഫോം ചെയ്യുവാണ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടുകൊണ്ടിരുന്നത്. നമുക്ക് മനസ്സിലായി നമ്മുടെ ഇന്ന കണ്ടൻറ്റ് ഇടുമ്പോഴാണ് ഇത്രയും ആൾക്കാർ കൂടുന്നത് എന്ന് മനസ്സിലായി. അത്രയും ഒരു കൂട്ടം ആൾക്കാരെ കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്വിച്ച് ചെയ്യാം. മീൻസ് ഒറ്റയടിക്ക് നമ്മുടെ കണ്ടൻറ്റ് എക്സ്ട്രീംലി മാറ്റി പെട്ടെന്ന് ടെക്നോളജി റിലേറ്റഡ് ആക്കി കഴിഞ്ഞാൽ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നിടത്ത് പെട്ടെന്ന് നമ്മളൊരു വ്ളോഗ് ഇടുവാണെന്ന് വിചാരിക്കും. ഇതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അതും കണ്ടുപോകും. അവർക്കത് എൻജോയ് ചെയ്യണമെന്നില്ല, പക്ഷേ ദേ മൈറ്റ് വാച്ച് ആൻഡ് സം മൈറ്റ് ഡെവലപ്പ് എ നാച്ചുറൽ ഇൻട്രസ്റ്റ്. അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നിഷ് മനസ്സിലാക്കിയ അതിൽ തന്നെ റെപ്പിറ്റേറ്റീവായിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ മനസ്സിലാക്കിയിട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അതനുസരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിലേ ആവും. ദാറ്റ് ഈസ് വൺ തിങ്. നമ്മുടെ വീഡിയോസൊക്കെ ഇട്ട ഉടനെ എല്ലാത്തിനും അങ്ങനെ ഭയങ്കര വ്യൂസ് കയറണമെന്നില്ല. ചില വീഡിയോസ് ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും അതിന് നമ്പേഴ്സ് കൂടുക, വ്യൂവേഴ്സ് കൂടുക. ചില വീഡിയോസ് വ്യൂ കൂടുകയില്ല എന്ന് കരുതി വ്യൂ ഇല്ലാത്ത വീഡിയോ നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ആക്കരുത്. പെട്ടെന്നായിരിക്കും, കുറേ ദിവസം കഴിയുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ഇൻക്രീസ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഡിലീറ്റ് ആക്കൽ, പ്രൈവറ്റ് ആക്കൽ, അങ്ങനത്തെ സ്റ്റഫ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യുന്നത് ആർക്കാണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഫാമിലി ഗ്രൂപ്പിലേക്കും അതുപോലെ ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ അവരുടെ കൊളീഗ്സിലേക്കും അയക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഏജ് കാറ്റഗറിയിൽ ഡിഫറൻസ് വരും. അപ്പോൾ നമ്മുടെ വീഡിയോ പുഷ് ചെയ്യുന്നത് കൂടുതൽ അങ്ങനത്തെ കാറ്റഗറി ഓഫ് പീപ്പിളിലേക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നിഷ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോണ്ടൻറ്റും അവർ കാണുന്ന ആൾക്കാരുടെ ഒരു ഏജ് ആൻഡ് പ്രിഫറൻസസും തമ്മിൽ നല്ല വ്യത്യാസം വരുമ്പോൾ ആൽഗോറിതം വിൽ ഗെറ്റ് എഫക്റ്റഡ്. സോ നമ്മൾ എപ്പോഴും ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇൻസ്റ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഭയങ്കര ഗ്രാജുവൽ ആയിട്ടാണെങ്കിലും യൂട്യൂബിലേക്ക് വന്ന് കാണും. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ പയ്യെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് വരും. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ആണ്. എന്നാൽ ഒരുപാട് പേര് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം. പക്ഷെ അത് ഏത് രീതിയിലാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു സ്റ്റോറി ഇടുക, അത്യാവശ്യം നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടാൽ അത് ഫുള്ളിരുന്ന് കാണും, സപ്പോർട്ട് ചെയ്യും എന്നുള്ളവർക്ക് മാത്രം ഈ അക്കൗണ്ട് സംഭവങ്ങൾ അയച്ചു കൊടുക്കുക. അല്ലാതെ ബാക്കി എല്ലാവരോടും ഫോളോ ചെയ്തേ പറ്റൂന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് പറയുകയും ലൈക്ക് അടിപ്പിക്കുകയും ഫോളോ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല.
പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷെ ഫേസ് കാണിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഫേസ് കാണിക്കാത്ത ഇഷ്ടംപോലെ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെയിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നത്, നമുക്ക് അത് റെഫറൻസ് എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. അങ്ങനെ എന്തും ആക്ച്വലി ഇപ്പോൾ നിഷ് ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടി അല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ടൈം പാസ് ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ട് ടൈം എടുത്ത് നല്ല രീതിയിൽ നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കാനും ഒരു റിയാലിറ്റിയും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തോന്ന് എനിക്ക് അറിയില്ല, ഞാനിങ്ങനെ റാൻഡമായിട്ടിരുന്ന് ഇങ്ങനെ സംസാരിച്ചതാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഇപ്പോൾ ഉള്ള കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സംഭവത്തിൻ്റെ വ്യൂവർഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, ബാക്കി ആരെങ്കിലും വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും ചെയ്യുന്ന കാര്യത്തിനെ ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോസ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഭയങ്കര ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. എപ്പോഴും ഒരാളെ വിമർശിക്കുന്നിടത്ത് 10 പേര് കൂടും. സോ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്. പിന്നെ ബ്യൂട്ടി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കാണാനൊക്കെ ഭംഗിയുള്ള ഗേൾസിൻ്റെ എന്തെങ്കിലും കോണ്ടൻറ്റ്. അപ്പോൾ കാണാൻ ഭംഗിയുള്ള ഗേൾസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ഗ്രൂമിങ് അല്ലെങ്കിൽ നമ്മളെ ഔട്ട്ലുക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് ഒരുപാട് വ്യൂവർഷിപ്പിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് പല ഇതിൽ കാണാം, ഗേൾസിന് ഇതൊക്കെ ഭയങ്കര ഈസിയാണെന്ന്. ഉള്ള കാര്യമാണ്. കാരണം ഗേൾസ് ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ട് ഒരു പാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുടിയാട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂസ് ഒന്നും ബോയ്സിന് കിട്ടാറില്ല. അപ്പോൾ പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊരു കാര്യം പ്രസൻറ്റ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ സിമ്പിളായിട്ടൊരു വീഡിയോ ആയിരിക്കും, നമ്മുടെ ഒരു എത്ര വെൽ ഗ്രൂംഡാന്നൊക്കെ ഉള്ളത് എഫക്റ്റ് ചെയ്യും നമ്മുടെ വീഡിയോസിൽ. അതുപോലെ തന്നെ വേറൊരു ഫാൻ ബേസ് ഉള്ള സംഭവമാണ് ഈ വീട്ടമ്മമാരുടെ കഥകൾ. അതായത് വീട്ടിലിരിക്കുന്നവർ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നു, അതിങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നു. അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ആണ്. എസ്പെഷ്യലി ഒറ്റയ്ക്കും കൂടി ആണെങ്കിൽ അങ്ങനെ ഫാൻ ബേസ്. പിന്നെ ഫാമിലി കോണ്ടൻറ്റ്, ഫാമിലി റിലേറ്റഡ് സാധനങ്ങൾ ഒരു പരിധിവരെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. കാരണം അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്. ചിലവർ പിന്നെ സ്വന്തം ഫാമിലിയിലൊരു അംഗത്തെ പോലെ ആ ക്രിയേറ്ററിനെ കാണുന്നു, ഭയങ്കര ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ആൾക്കാർക്ക് സിമ്പതി വെച്ചിട്ടും ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർ. ചില ആൾക്കാർക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് റവന്യൂ ഉണ്ടെങ്കിൽ പോലും അവർ ആ സിമ്പിൾ ലൈഫ് സ്റ്റൈല് അവർ മാറ്റിയിട്ടില്ല. അപ്പോൾ ആ സിംപ്ലിസിറ്റിക്കും ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സുഖമില്ല, നിങ്ങളുടെ വീട് അങ്ങനെയാണ്, ലൈറ്റിംഗ് ഇല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കൂടി അതുവരെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്പേസാണ് യൂട്യൂബ്. അതിനു വരെ ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഉള്ളതാണ് ഈ റിച്ച് ആയിട്ടുള്ള, അത്യാവശ്യം ഭയങ്കര അടിപൊളി ബാക്ക്ഗ്രൗണ്ടും ഭയങ്കര ഒരു കിച്ചൺ, മോഡുലാർ കിച്ചൺ, ഭയങ്കര സെറ്റപ്പിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വ്ളോഗ്സ് കാണാനും ഒരു പ്രത്യേകം ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഈ ഏത് രണ്ടറ്റത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഈസി ആയിട്ട് യൂട്യൂബിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സ്പേസിലേക്ക് എത്താൻ പറ്റും, പ്രൊവൈഡഡ് യു മാർക്കറ്റ് ഇറ്റ് വെൽ. നമ്മുടെ കഷ്ടകാലമാണെങ്കിലും നല്ല കാലമാണെങ്കിലും അത് നന്നായി മാർക്കറ്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ഉദ്ദേശിച്ച ഔട്ട്കം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ കയറി കാണുന്നവരാണെങ്കിൽ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാറ്റഗറിയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. പിന്നെ കുട്ടികൾക്ക്, കോളേജ് ഗോയിങ് ഗേൾസിന് കുറച്ചും കൂടി ഈസിയാണ് ഇത്. ഞാൻ നോക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് അവരുടെ ഡെയിലി ലൈഫ്, ലൈക്ക് സ്റ്റഡി വ്ളോഗ്സ് ആയിട്ടും അതുപോലെ കോളേജ് ഗെറ്റ് റെഡി വിത്ത് മീ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് റിലേറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് അവർ. അപ്പോൾ ഒരുപാട് പേര് ഇതിനോടകം തന്നെ ഒരു ഏർലി 20s തന്നെ അവരുടെ ലൈഫ് വെൽ സെറ്റിൽഡ് ആക്കുന്ന രീതിയിൽ ആക്കി കഴിഞ്ഞു. ഓക്കെ, കോളേജ് കണ്ടൻറ് ആണ് അവർ ചെയ്യുന്നത് ഈസി ആയിട്ട്. പക്ഷേ അത് എൻ്റെ മോസ്റ്റ് എസ്തറ്റിക് ആൻഡ്
ബ്യൂട്ടിഫുൾ പ്രസൻറ്റബിൾ വേയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലാംഗ്വേജ് ഒരു ബാരിയറാണ് മലയാളം എന്നുള്ളത്. ഹിന്ദിക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഫുള്ള് ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ലാംഗ്വേജ് അറിയാം. അപ്പോൾ അവരുടെ കോണ്ടന്റ് റീച്ച് ആവുന്നത് ഒരു വേറെ ലെവലിലാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും തുടങ്ങുന്നുണ്ട്, എസ്പെഷ്യലി കോളേജ് ഗേൾസ് ഒക്കെയാണ് നിങ്ങളെ ഹോസ്റ്റൽ റൂം സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോകുന്നത് വരുന്നത്, ഗെറ്റ് റെഡി വിത്ത് മീ, അതൊക്കെ എക്സ്ക്ലൂസീവ് മലയാളമാക്കാതെ ലൈക്ക് ഇംഗ്ലീഷ് ആക്കിയാലും കുഴപ്പമില്ല, അതൊക്കെ വേറെ ഒരു ലെവൽ റീച്ച് നിങ്ങൾക്ക് കൊണ്ടുവരും. അപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാം, ബട്ട് കീപ്പ് ഓൾ ദീസ് തിങ്സ് ഇൻ മൈൻഡ്. പിന്നെ ഇത് മോണറ്റൈസേഷൻ, ഹാഫ് മോണറ്റൈസേഷൻ ആയാൽ വരെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലത്തെ സംഭവങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് ബേസിക്കലി. ഷെയറിങ് ഇറ്റ് ടു ദ റോങ് പീപ്പിൾ, not promoting it the right way, not being consistent, and not following or not posting according to my niche. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ വരുത്തിയ മിസ്റ്റേക്സ്. ആൻഡ് നോട്ട് ബീങ് കൺസിസ്റ്റന്റ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് നോട്ട് മേക്കിംഗ് യൂസ് ഓഫ് ഇൻസ്റ്റാഗ്രാം ഫസ്റ്റ്. ആൻഡ് ഇഫ് യു ആർ ന്യൂ ഇൻ ടു കോണ്ടന്റ് ക്രിയേഷൻ, ഈ ഒരു പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് സ്റ്റാർട്ട്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.